ചില വിദ്യാർത്ഥികൾ അവിടെ പോയി ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞ് എത്രയോ സമയത്തിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന DJ പരിപാടികളും മറ്റു പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനിടയിലേക്കാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിന് മുമ്പിലേക്കൂടെ ഇന്നലെ ഷീ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇവിടെ വർക്കും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. ആ ഇടയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇവരുടെ കയ്യിൽ സിഗരറ്റുകളുണ്ട്. ഇവർ പൊതുമധ്യത്തിൽ ആ സിഗരറ്റ് ഊതി കുട്ടികളുടെ മുഖത്തേക്ക് വിടുകയാണ്, അവരുടെ തോളത്ത് കൈവിടുകയാണ്. ആ രീതിയിൽ കുട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഇവർ തിരിച്ചു റിയാക്ട് ചെയ്തൊരു രീതിയുണ്ട്. ബെൽറ്റൂരി അടിക്കുന്നു, ബിയർ ബോട്ടിലുകൾ കൊണ്ട് അടിക്കുന്നു, വഴിയിൽ വെച്ച കമ്പി കഷ്ണങ്ങൾ കൊണ്ട് അടിക്കുന്നു, കല്ലെന്നോ മെറ്റലെന്നോ മറ്റ് ഇരുമ്പ് വടികളൊന്നും നോക്കാതെ പൊതിരെറിയാണ്. ആ ഏറിലാണ് ഗുരുതരമായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. നമ്മൾ ഇന്ന് അവസാന വർഷ പരീക്ഷകൾ, 3ാം വർഷ വിദ്യാർത്ഥികളുടെയും 2ാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും അവസാന വർഷ പരീക്ഷകൾ കഴിഞ്ഞ് അവരെല്ലാം ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഈ കോടതിയുടെ കോമ്പൗണ്ടിൽ നിന്നും ബിയർ ബോട്ടിലുകൾ, വലിയ കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, അതുപോലെ തന്നെ മരക്കഷ്ണങ്ങൾ, കമ്പി കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയാണ്. അതായത് ഇന്നലെ നടന്നു എന്ന് പറയപ്പെട്ട സംഭവവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതെ, അങ്ങനെ ഒരു സംഭവം നടന്നതുപോലും അറിയാത്ത, ഇന്ന് പരീക്ഷ എഴുതി തിരിച്ചു പോകാൻ വേണ്ടി മാത്രമായിട്ട് വന്ന നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇവർ ഈ കല്ലെറിഞ്ഞിട്ടുള്ളത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നേരെ. ഇവിടെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള അധ്യാപകർക്ക് നേരെ അക്രമം ഉണ്ടായി. മറ്റു ചില അധ്യാപകർക്ക് നേരെ ഇതിലൂടെ നടന്നു പോകുന്ന അധ്യാപകർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. 20ഓളം വരുന്ന അഭിഭാഷകർ അവരുടെ വസ്ത്രത്തിൽ കോട്ടും ഈ പറയുന്ന തൂവെള്ളയും ധരിച്ചിട്ട് അവിടെ ആ കോമ്പൗണ്ടിൽ നിന്നും ബിയർ ബോട്ടിലുകൾ എറിയാണ്. എണ്ണമറ്റ ബിയർ ബോട്ടുകൾ വലിച്ചെറിയുന്ന സാഹചര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്, പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ കുടിച്ചു തീർത്ത ബിയർ ബോട്ടിലുകളാണ് ഇന്ന് അവർ എറിഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ അവർ ഇന്നലെ മതോന്മത്തരായിക്കൊണ്ടാണ്, മദ്യപിച്ച് ലക്ക് കെട്ടിനാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേരെ ഏകപക്ഷീയമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഈ 35ഉം 40ഉം വയസ്സുള്ള ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളോട്, ആ പെൺകുട്ടികളടക്കമുള്ളവരെ അസഭ്യം പറയുകയാണ്, അവരെ തെറി വിളിക്കുകയാണ്, അവരെ പോരിന് വിളിക്കുകയാണ്. ഇതാ നിങ്ങൾ വാ, പോരിന് വാ, നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ പ്രകോപിപ്പിക്കുകയാണ് വിദ്യാർത്ഥികളെ. ശേഷം കൈവിരലുകൾ ഉയർത്തി തെറി കാണിക്കുകയാണ്. ഈ രീതിയിൽ നമ്മളെ കൂക്കി തോപ്പിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഈ പറയുന്ന പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ അഭിഭാഷക വൃന്ദം മാറിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനലുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകരുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് വൈസ് പ്രിൻസിപ്പൽ അടക്കം പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു. എപ്പോഴത്തേനായിരിക്കും പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജാസ് കോളേജ് ഒരു ഗവൺമെൻറ് കോളേജാണ്. വളരെയധികം ചരിത്ര പൈതൃകമുള്ള കോളേജാണ്. ഈ കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക പട്ടികയിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ഇവർ ഈ ബിയർ ബോട്ടിലുകളും സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ടുള്ളത്. ഓടുൾപ്പെടെ പൊളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ കോളേജിൻ്റെ ഇപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിന് ശേഷം പരാതി ഉൾപ്പെടെ പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചുള്ള SFIയുടെ യൂണിറ്റ് ഭാരവാഹിയുടെ തലയിൽ 8 സ്റ്റിച്ചുണ്ട്. DA വിദ്യാർത്ഥി, അതാണ് നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത്, DA വിദ്യാർത്ഥിയായിട്ടുള്ള ആദിത്യൻ ഉൾപ്പെടെയുള്ളവരെ ആ വീൽ ചെയറിലിരുത്തി അടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവർ ബോധരഹിതരാണ്. അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബോധം അവർക്കില്ല. ആ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കഥകളാണ് എന്നുള്ളതാണ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലത്തെ ഒരു സംഭവത്തെ കുറിച്ച് അവർ പറയുന്നത്. അത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുണ്ടായിരുന്നു? ഇന്നലെ അവർ മാരകമായി തല്ലി ചതച്ച ഒരു വിദ്യാർത്ഥികളും ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. അവർ ഈ ഈ പറയുന്ന കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പോലും പോയിട്ടില്ല. ഈ പറയുന്നത് പോലെ മഹാരാജാസ് കോളേജിനകത്ത് 2600ഓളം വിദ്യാർത്ഥികളുണ്ട്. ചില വിദ്യാർത്ഥികൾ അവിടെ പോയി ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞ് എത്രയോ സമയത്തിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന DJ പരിപാടികളും മറ്റു പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനിടയിലേക്കാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിന് മുമ്പിലേക്കൂടെ ഇന്നലെ ഷീ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇവിടെ വർക്കും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. ആ ഇടയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇവരുടെ കയ്യിൽ സിഗരറ്റുകളുണ്ട്. ഇവർ പൊതുമധ്യത്തിൽ ആ സിഗരറ്റ് ഊതി കുട്ടികളുടെ മുഖത്തേക്ക് വിടുകയാണ്, അവരുടെ തോളത്ത് കൈവിടുകയാണ്. ആ രീതിയിൽ കുട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഇവർ തിരിച്ചു റിയാക്ട് ചെയ്തൊരു രീതിയുണ്ട്. ബെൽറ്റൂരി അടിക്കുന്നു, ബിയർ ബോട്ടിലുകൾ കൊണ്ട് അടിക്കുന്നു, വഴിയിൽ വെച്ച കമ്പി കഷ്ണങ്ങൾ കൊണ്ട് അടിക്കുന്നു, കല്ലെന്നോ മെറ്റലെന്നോ മറ്റ് ഇരുമ്പ് വടികളൊന്നും നോക്കാതെ പൊതിരെറിയാണ്. ആ ഏറിലാണ് ഗുരുതരമായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുള്ളത്.